ഇപ്പോൾ 29-30 തീയതികളിൽ കൊച്ചിയിൽ വെച്ച് നടക്കുന്ന സ്കിൽ കേരള ഗ്ലോബൽ സബ്മിറ്റ് നമ്മുടെ നാട്ടിൽ വലിയ മാറ്റങ്ങൾക്കുള്ള ഒരു തുടക്കമാകാൻ പോവുകയാണ്. കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഹൈലി സ്കിൽഡായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ട് എന്നത് പറയുമ്പോൾ തന്നെ ഓരോ ജോലികൾക്കും ആവശ്യമായിട്ടുള്ള സ്കില്ലും നമ്മുടെ വിദ്യാഭ്യാസവും തമ്മിലൊരു ഗ്യാപ്പും നിലനിൽക്കുന്നു എന്ന് നേരത്തെ തന്നെ കാണുകയുണ്ടായി. അത് മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള വിവിധ തരത്തിലുള്ള പദ്ധതിയാണ് ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ക്യാമ്പസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഫുൾ ടൈം ഇൻറ്റേൺഷിപ്പ്, ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ്, ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക്, ഇൻഡസ്ട്രികൾ തന്നെ ക്യാമ്പസുകൾക്കകത്ത് തുടങ്ങുന്ന സെൻറ്റർ ഓഫ് എക്സലൻസ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിക്ക് വേണ്ടി ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും സർവകലാശാലകളും ഡിസൈൻ ചെയ്യുന്ന പ്രത്യേകം കോഴ്സുകൾ, ഇതെല്ലാം ഈ ശ്രമത്തിൻ്റെ ഭാഗമാണ്. അതിനെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ വിജ്ഞാന കേരളം ഒരു ജനകീയമായ ക്യാമ്പയിന് നേതൃത്വം നൽകുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്ന കുട്ടികളിൽ 100,000 പേർക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴി ജോലി ഉറപ്പുവരുത്താൻ അവരുടെ സ്കില്ല് അപ്സ്കില്ല് ചെയ്യുക, അല്ലെങ്കിൽ അപ് ടു ഡേറ്റ് ആക്കുക, കസ്റ്റമൈസ് ചെയ്യുക, ഈ കാഴ്ചപ്പാടോടുകൂടി ഈ സമ്മിറ്റ് സംഘടിപ്പിക്കുന്നത്. ഇത് 2 ദിവസമായി ഹൈബ്രിഡ് മോഡലിലാണ് സംഘടിപ്പിക്കുന്നത്. 2500 പേർ നേരിട്ട് പങ്കെടുക്കും, 100,000-ഓളം ആളുകൾ ഓൺലൈനായിട്ടും പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ക്യാമ്പസ് പ്ലേസ്മെൻറ്റിനോടൊപ്പം തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ഇതിലൊരു റോൾ നൽകുന്നുണ്ട്. നിലവിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ജോലി നൽകാൻ കഴിയുന്ന മെൻറ്റർമാരായി ഒരു 50,000 പേരെ റിക്രൂട്ട് ചെയ്യുന്ന രൂപത്തിലുള്ള ജനകീയ ക്യാമ്പയിനാണ് ഉദ്ദേശിക്കുന്നത്. വിജ്ഞാന കേരളത്തിൻ്റെ അഡ്വൈസറായി പ്രവർത്തിക്കുന്ന ഡോക്ടർ തോമസ് ഐസക്കാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അദ്ദേഹം ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ വിശദീകരിക്കും. നിങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നില്ല, നല്ലത്. കുറിപ്പ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇത് 2 ദിവസത്തെ ഈ സമ്മേളനം ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ ഹൈബ്രിഡ് മോഡിലാണ്. അവിടെ 2000 പേരുണ്ടാവും. ഇതിന് പുറമെ കേരളത്തിലും പുറത്തുനിന്ന് 1,00,000 പേരെങ്കിലും ഓൺലൈനായിട്ട് ചർച്ചകൾ പങ്കെടുക്കുന്നതാണ്. മൊത്തം ഇവിടെ ഈ 6 വേദികളിലായിട്ടാണ് ചർച്ച ഒരേ സമയം നടക്കുക. 57 പാനലുകൾ ചർച്ചയിൽ പങ്കെടുക്കും. ഇതിന് പുറമെ 16 കീനോട്ട് പ്രസംഗങ്ങളുണ്ടാകും. ഇത്രയും സമയത്തെ ചർച്ചകളുമെല്ലാം തുടർച്ചയായിട്ട് ഇനിയും ആർക്ക് വേണമെങ്കിലും റെഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സൈബർ സ്പേസിൽ ഉണ്ടാവും, വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണ്. ഈ സമ്മേളനം അവസാനിക്കുമ്പോൾ 1,00,000 തൊഴിലുകളെങ്കിലും ഇന്ന് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിവിധ കമ്പനികളുമായിട്ട് ഒപ്പുവെക്കുക. നമ്മൾ കമ്പനികളോട് പറയുന്നത് ഈ വർഷാവസാനം നിങ്ങളുടെ കമ്പനിയിൽ എന്ത് ഒഴിവ് വരുന്നു, അത് ഞങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് ആ ജോലികൾക്ക് വേണ്ടിയുള്ള പരിശീലനം, എന്തെങ്കിലും സ്കില്ല് പഠിച്ചിട്ട് ജോലി അന്വേഷിക്കലല്ല, ജോലി കൃത്യമായിട്ട് കണ്ടിട്ട് അതിനെന്ത് കസ്റ്റമൈസ് സ്കില്ല് വേണോ ആ സ്കില്ല് ഞങ്ങളിത് ഉണ്ടാക്കി തരാം. നിങ്ങളുടെ പഠിക്കുന്ന വേളയിലെ കമ്പനിക്ക് ഈ കുട്ടികളോട്ട് ഇൻറ്ററാക്ട് ചെയ്യാം. ഒരു കണ്ടീഷൻ മാത്രം, ഒരു ഫെയർ ചാൻസ് കൊടുക്കണം. ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിന് വരണം. അപ്പോൾ 1,00,000 തൊഴിലവസരങ്ങളെങ്കിലും എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഈ സമിറ്റിൽ വെച്ച് ഒരു ധാരണാപത്രം ഒപ്പുവെക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. എന്നുവെച്ചാൽ ഒരു 200-ലേറെ ഇത്തരത്തിലുള്ള കമ്പനികളുടെ HR-മാർ ഇത് പങ്കെടുക്കുന്നുണ്ടാവും. പ്രധാനപ്പെട്ട പല കമ്പനികളുണ്ടാവും. ചില എംബസികളിൽ നിന്ന്, ഓസ്ട്രേലിയൻ എംബസി പോലുള്ള എംബസികളിൽ നിന്നുള്ള ആളുകളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്.
ഇതിൻ്റെ ഒരു പ്രത്യേകത, ഒരു 100-120 കോളേജുകൾ അവരുടെ അവതരണങ്ങളുണ്ട്. തങ്ങൾ എന്താണ് സ്കില്ലിങ്ങിൽ ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ഗുഡ് പ്രാക്ടീസുകൾ അവരോട് അവതരിപ്പിക്കും. ഒരു വേദി അതിനുവേണ്ടി പ്രത്യേകം മാറ്റിവെച്ചിരിക്കുകയാണ്. യെസ്, ക്വസ്റ്റ്യൻസ് പ്ലീസ്. നമ്മുടെ ഈ പരിശീലനം കമ്മ്യൂണിറ്റി ചർച്ചയ്ക്ക് ശേഷം അവരുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള അതിനുള്ള പരിശീലനം അതെങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ ഒരു കാലപരിധി എങ്ങനെയായിരിക്കും? അത് ക്യാമ്പസ് കേന്ദ്രീകരിച്ച്. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പം ഒന്ന്, വിജ്ഞാന കേരളം ഇങ്ങനെ സമാഹരിക്കുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് പബ്ലിക് സ്പേസിൽ ലഭ്യമായിരിക്കും. ഏത് കോളേജിന് വേണമെങ്കിലും ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞെടുക്കാം. എന്നിട്ട് ആ കമ്പനിയുമായി ചർച്ച ചെയ്ത് ഏത് കോഴ്സ് വേണമെന്ന് തീരുമാനിക്കും. 2, ഓരോ കോളേജിലെയും പൂർവ്വ വിദ്യാർത്ഥികൾ അല്ല സംരംഭകരുണ്ട്, പലരും വലിയ കമ്പനി മേധാവികളായിരിക്കും. അവർക്ക് അവരുടെ കമ്പനികളിലെ ഈ കോളേജിന് വേണ്ടി സമാഹരിക്കാൻ പറ്റും. ഇങ്ങനെ ജോലി കണ്ടെത്തി കഴിഞ്ഞാൽ ആ കോഴ്സ് തീരുമാനിച്ചാൽ പിന്നെ എങ്ങനെ പഠിപ്പിക്കും എന്നുള്ളതാണ്. ഒന്ന് ഹൈബ്രിഡ് മോഡായിരിക്കും, ചില ഭാഗങ്ങൾ ഓൺലൈനായിരിക്കും, പക്ഷെ കോണ്ടാക്ട് ക്ലാസ് ടീച്ചേഴ്സ് ഉണ്ടാവും. 2, കമ്മ്യൂണിറ്റി മെൻറ്റേഴ്സ്, അതാണ് 50,000 പേരെങ്കിലും മെൻറ്റർമാരായിട്ട് പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്ന് കണ്ടെത്തും. ഞങ്ങളുടെ ലിസ്റ്റ് ഒരു 50,000 പേരുടെ ലിസ്റ്റ് ഉണ്ടാവും. സെപ്റ്റംബർ മാസം അവരെ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോയിരുന്നു. അപ്പോൾ ഈ ഒരു മെൻറ്ററുടെ പ്രൊഫഷണൽ മേഖലയിൽ വരുന്നൊരു കോഴ്സാണ് എടുക്കുന്നതെങ്കിൽ അതാളെ അങ്ങോട്ട് അസൈൻ ചെയ്യും, നിങ്ങൾക്ക് എടുക്കാമെന്ന് പറയും. നമ്മുടെ സാക്ഷരതാ പ്രസ്ഥാനം പോലത്തെ പരിപാടിയാണ്. അക്ഷരം പഠിപ്പിക്കാനായിരിക്കില്ല, സ്കില്ല് പഠിപ്പിക്കാനായിരിക്കും ഇത്രയും വലിയ ആൾക്കൂട്ടം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ആണ്. അല്ലെങ്കിൽ അതർവൈസ് സാധാരണ ഏജൻസി ലെഡ് സ്കില്ലിംഗ് അല്ല, കമ്മ്യൂണിറ്റി സപ്പോർട്ടഡ് സ്കിൽ പ്രോഗ്രാമായിട്ടാണ് ഇത് നടക്കാൻ പോകുന്നത്. ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുമെന്നുള്ള എല്ലാ കോളേജുകളിലും ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്റർ ഉണ്ടാവും. വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് അധ്യാപകർ, പ്ലേസ്മെൻറ്റ് ഓഫീസർ, IQC പ്രോഗ്രാം ഓഫീസർ, NSS, ഇവരായിരിക്കും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഒരു വട്ടം ഇപ്പോൾ പല അധ്യാപകരോട് സംസാരിച്ചിട്ടുണ്ട്. തുടർച്ചയായിട്ട് ഇങ്ങനൊരു കോഴ്സാണ് തിരഞ്ഞെടുത്തെങ്കിൽ ആ കോഴ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ടീച്ചർ മെൻറ്റേഴ്സ് പ്ലസ് ഔട്ട്സൈഡ് മെൻറ്റേഴ്സ് അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസ് സംഘടിപ്പിക്കും. ഈ കോഴ്സ് എങ്ങനെ എടുക്കും അതിൻ്റെ വിദഗ്ധരെ വെച്ച്. ഇതാണ് വിജ്ഞാന കേരളം ചെയ്യാൻ പോകുന്ന സഹായം എന്ന് പറയുന്നത്. ഒരു സഹായം കൂടി വിജ്ഞാന കേരളത്തിൽ നിന്ന് ചെയ്യുന്നുണ്ട്. എല്ലാ കോളേജിലും പോളിടെക്നിക്, ITI ഒരു ലാംഗ്വേജിലാണ്. നമ്മുടെ ഏറ്റവും വലിയ ഡെഫിഷ്യൻസി പിള്ളേർ ഇംഗ്ലീഷ് വർത്തമാനം പറയുന്നില്ല എന്നുള്ളതാണ്. ഇൻ്റർവ്യൂവിന് ഫെയിൽ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ്. അപ്പോൾ വലിയ കോളേജുകൾക്ക് 20-30 കമ്പ്യൂട്ടറും പിന്നെ ലാംഗ്വേജ് ലാബിന് വേണ്ട മറ്റ് സജ്ജീകരണങ്ങളെല്ലാം കൊടുക്കും. എല്ലാ ITIയിലും അങ്ങനെ ഉണ്ടാവും. അവിടെ മെൻറ്റർമാരായിട്ട് പ്രവർത്തിക്കാനുള്ളവരെ ട്രെയിൻ ചെയ്ത് ലഭ്യമാക്കും. ഇപ്പം മനസ്സിലുള്ളത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റുള്ള കോളേജുകൾ, ആ കോളേജുകളുമായിട്ട് നമ്മുടെ മറ്റ് ITI പോളിയൊക്കെ ബന്ധിപ്പിക്കും. അവരെല്ലാവരും പോയി പഠിപ്പിക്കുന്നില്ല, പക്ഷെ അവർ ഓവർസീ ചെയ്യും ഈ ലാംഗ്വേജ് മെൻറ്ററിങ് എങ്ങനെ നടക്കുന്നതെന്നുള്ളത്. റിട്ടയർഡ് ടീച്ചേഴ്സ് ഇവരൊക്കെ ആയിരിക്കും, പക്ഷേ ഇവരുടെ കീഴിലായിരിക്കും. അപ്പം ക്ലസ്റ്റേഴ്സ് ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിന് ഇത്തരത്തിൽ ഉണ്ടാക്കാനാണ് പരിപാടി. പൂർവ്വ വിദ്യാർത്ഥികളുടെ നേരത്തെ പറഞ്ഞ മെൻറ്റേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഓക്കെ. നൗ എല്ലാ കോളേജുകളും സ്റ്റാർട്ടിങ് ഫ്രം സെപ്റ്റംബർ 1 പൂർവ്വ വിദ്യാർത്ഥി യോഗങ്ങൾ വിളിക്കും.
വിളിക്കുന്നതിന് പ്രത്യേക കുറിപ്പയക്കും. ഇപ്പോൾ നമ്മൾ വിളിക്കുന്നത് ഈ പ്രൊഫഷണലായിട്ട് ജോലികൾ ഏർപ്പെടുന്നവർ, HR മേധാവികളായിട്ടുള്ളത്, സംരംഭകർ, അവരെ വലിയ കോളേജുകളൊക്കെ ആണെങ്കിൽ ഓരോ മേഖല തിരിച്ച് വിളിക്കേണ്ടി വരും. മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്, ദെൻ അമേരിക്ക, ഇന്ത്യ. ദെൻ അവരോട് 2 കാര്യങ്ങൾ ആവശ്യപ്പെടും. ഒന്ന്, നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തൊഴിലവസരം കണ്ടെത്താൻ പറ്റുമോ? 2, നിങ്ങൾ 2 ആഴ്ച കൂടുമ്പോൾ ഒരു സൂം മീറ്റിങ്ങിൽ കുട്ടികളെ സഹായിക്കാനായിട്ട് സമയം കണ്ടെത്താൻ പറ്റുമോ? ഇത് 2 ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. സോ അതുവഴി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി കോണ്ടാക്ടിങ് ദം കണ്ടിന്യൂസ്ലി. ചിലപ്പോൾ മേഖല തിരിച്ച് മിഡിൽ ഈസ്റ്റേൺ യോഗം വിളിക്കും, ടു മോട്ടിവേറ്റ് ദം ടു ഗെറ്റ് മെൻറ്റേഴ്സ് ടു ഫങ്ഷൻ. നമ്മുടെ നാട്ടിലെ എല്ലാ പ്രൊഫഷണൽ ബോഡീസും, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എൻജിനീയേഴ്സ്, പിന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസ്, കോസ്റ്റ് അക്കൗണ്ടൻസ്, കമ്പനി സെക്രട്ടറീസ്, ഇങ്ങനെയുള്ള പ്രൊഫഷണൽ ബോഡികളോടൊക്കെ അഭ്യർത്ഥിക്കാൻ പോയാണ്. കേരളം ഇത്തരത്തിലുള്ളൊരു പുതിയ സംരംഭത്തിന് തിരികെയാണ്. നിങ്ങളുടെ സഹായം ആവശ്യം. പണമൊന്നും വേണ്ട, നിങ്ങളുടെ വിജ്ഞാനവും കഴിവും പകർന്നു കൊടുത്താൽ മതി. ഐ ആം സർട്ടൻ വിൽ ബി ഏബിൾ ടു മൊബിലൈസ് ദ സഫിഷ്യന്റ് റിക്വയർഡ് പീപ്പിൾ. ഓക്കെ, മിനിസ്റ്റർ തിരക്കുണ്ട്. രജിസ്ട്രേഷൻ ഈ ഏതിന്റെ സബ്മിറ്റ് ആണോ? ഓക്കെ, ഈ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് നിലവിൽ പിന്നെ DWBus പറഞ്ഞ പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ ജോബ് സീക്കേഴ്സ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ക്യാമ്പസിലുള്ള രജിസ്ട്രേഷന് വേണ്ടി ജോബ് സീക്കേഴ്സും ജോബ് പ്രൊവൈഡേഴ്സും രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ക്യാമ്പസിലെ രജിസ്ട്രേഷന് വേണ്ടി വേറെ പ്രത്യേകമായിട്ടൊരു ആപ്ലിക്കേഷൻ പ്ലേസ്മെന്റ് ഓഫീസർമാർ വഴി ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ വന്നിട്ടുള്ള ഇപ്പോൾ നമ്മൾ ഏകദേശം 1 ലക്ഷത്തോളം ജോലികളാണ് ഇപ്പോൾ നമ്മൾ ഈ സമ്മിറ്റിന്റെ ഭാഗമായിട്ട് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വഴി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞ പോലെ നമ്മൾ മൊബിലൈസ് ചെയ്തിട്ടുണ്ട്. ഈ ജോലികളെല്ലാം ഒരു പ്രത്യേകമായിട്ടുള്ള വെബ്സൈറ്റിൽ, വിജ്ഞാന കേരളത്തിൻ്റെ വെബ്സൈറ്റിൽ തന്നെ കൊണ്ടുവരികയും അവിടെ കോളേജുകൾക്ക് ആ ജോലികളിൽ ഏതൊക്കെ നോക്കി അതിനുവേണ്ടി കുട്ടികളെ പരിശീലിപ്പിക്കാൻ ഉദ്ദേശമുണ്ട് എന്നുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇപ്പോൾ വിജ്ഞാന കേരളത്തിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, അതിൽ ഒരു എഡീഷണൽ പേജായിട്ട് ഇത് കൊണ്ടുവന്നിട്ട് ഈ സൗകര്യങ്ങൾ അതിനകത്ത് ഉണ്ടാക്കും. ഏത് ക്യാമ്പസിന് വേണമെങ്കിലും ഏതേത് ജോലികളാണ് അവർക്ക് താല്പര്യം, ഏത് കമ്പനിയുമായിട്ടാണ് കുട്ടികളെ ബന്ധിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അവരുമായിട്ട് ബന്ധപ്പെട്ട എന്ത് പരിശീലന പരിപാടിയാണ് ഈ ക്യാമ്പസ് സ്കിൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുക്കാൻ പോകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബന്ധിപ്പിക്കത്തക്ക രൂപത്തിലുള്ള സംവിധാനങ്ങൾ.